ഉണ്ടാക്കിയെടുക്കുന്നത്. മൂന്നാമത്തെ കാര്യമാണ് എന്ത് പറയുന്നത്, കൺട്രോൾ. എന്നെ ഭരിക്കാൻ ആരും വരരുത് എന്ന് വെച്ച് നേരം വെളുത്ത് എണീച്ച് കാണുന്നവരൊക്കെ മെക്കിട്ടോറല്ല വേണ്ടേ, എന്റെ കാശുണ്ട്, ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ആരും ചോദ്യം ചെയ്യാൻ വരണ്ട എന്ന് പറയല്ല വേണ്ടത്. പക്ഷേ നമ്മളറിയാം നമ്മുടെ നാട്ടില് ഇപ്പൊ അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടി വരാം. ഫിസിക്കൽ അബ്യൂസ്, ആൾക്കാർ വിചാരിക്കും ഈ അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അബ്യൂസ് ആണ്, കള്ളു കുടിച്ച് ഭാര്യനെ അടിക്കുകയും പിടിക്കുകയും തൊഴിക്കുകയും ചെയ്യണ അല്ല അബ്യൂസ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് അബ്യൂസാ, 3 ടൈപ്പ് അബ്യൂസ് ഉണ്ട്. ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്, സെക്ഷൽ അബ്യൂസ് ഉണ്ട്, ഇമോഷണൽ അബ്യൂസ് ഉണ്ട്. നമ്മളുടെയൊക്കെ വീടുകളിൽ നടക്കണ കൂടുതൽ ഏതായിരിക്കും, ഇമോഷണൽ അബ്യൂസ് ആണ്. ഇമോഷണൽ, നമ്മുടെ ഇമോഷൻസിനെയാണ് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾക്ക് കരച്ചിൽ പൊട്ടിക്കരേണ്ട സാഹചര്യം വരാറില്ലേ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ചുറ്റുമുള്ള കെട്ടുബന്ധം, നമുക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, വീട്ടിലേക്ക് ചെന്നാൽ നമ്മളുടെ പാരന്റ്സ് നമ്മളെ നോക്കാനായിട്ട് അവർക്ക് കഴിയൂല, അവര് ഏജ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ആങ്ങളമാർക്ക് ഫാമിലി ഉണ്ട്, നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ കഴിയൂല. നമ്മൾ എന്ത് സഹിച്ച് മിണ്ടാതെ നമ്മൾ എന്ത് ചെയ്യും, എന്ത് പറഞ്ഞാലും മിണ്ടാതെ നിൽക്കും. അതാണ് എന്ത് പറയുക, ഇമോഷണൽ അബ്യൂസ്. നമ്മളെ ഏറ്റവും കൂടുതൽ തകർക്കണം. എനിക്ക് പറഞ്ഞാൽ ഫിസിക്കൽ അബ്യൂസിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യണമേ ഒരടി തന്നാൽ അത് അവിടെ തീരും. പക്ഷെ ഈ നെഞ്ചി കൊള്ളാന്നൊക്കെ പറയൂല, പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള അബ്യൂസ്, നമ്മുടെ ഇമോഷൻസിനെ കയറി മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള ആ കൺട്രോൾ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കണേ നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഐ ക്യാൻ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ലൈഫിൽ വിജയിക്കും, ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവും, ഞാൻ എന്ത് ചെയ്യും, സമ്പാദിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ അവെയർ ആയിരിക്കണം, മിനിമൽ ആയിരിക്കണം, പിന്നെന്തായിരിക്കണം, നിങ്ങൾ എന്തായിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഒരു പൈസ ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യില്ലേ, അണ്ട് ഇത്ര പൈസ കൂടി കഴിയുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട്, ഇപ്പൊ വിമൻസ് ട്രിപ്പിന്റെ ഒക്കെ കാലല്ലേ, എല്ലായിടത്തും വിമൻസ് ട്രിപ്പ്, വിമൻസ് ഓൺലി ട്രിപ്പ് ഒക്കെ പോണില്ലേ. നിങ്ങൾ 5 ദിവസം മാറി എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോല. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ആര് വേണമെങ്കിലും, ഇപ്പൊ ഞാനോ നിങ്ങളോ ആരെങ്കിലും പെട്ടെന്ന് മരിച്ചു പോയാലും ഉണ്ടല്ലോ, 2 ദിവസമൊക്കെ എല്ലാരും കരയും. 3 നമ്മുടെ മക്കളും നമ്മുടെ ഭർത്താക്കന്മാരും എല്ലാരും പൊടി കെട്ടി അടിച്ചോ. സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ പറയാ, നമ്മളില്ലാതെ എല്ലാരും സർവൈവ് ചെയ്യും. അത് ഇപ്പൊ നമ്മുടെ മറ്റൊരാൾ, നമ്മളുടെ പാർട്ട്ണറോ കുട്ടികളോ, ഇത് ആർക്ക് സംഭവിച്ചാലും ഇതാ സംഭവിക്കുന്നത്. അത് പ്രപഞ്ച സത്യമാണെന്ന് പറയുന്നത്. മറവി, നമ്മൾ അവരെ മറന്നുപോയിട്ട് നമ്മൾ നമ്മളുടെ ലൈഫിൽ ജീവിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2-3 ദിവസം, ഇനിയിപ്പോ ഒരു 1-2 ദിവസം എന്ത് ചെയ്യുക, നിങ്ങൾ ചെറിയ ഈ പൈസയൊക്കെ ഏൺ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു പൈസ എടുത്തിട്ട്, നിങ്ങളിപ്പോ വിമൻസ് ട്രിപ്പിന്റെ കാലല്ലേ, എവിടെ നോക്കിയാലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് ലേഡീസ് ഓൺലി ട്രിപ്പ്. ഒന്നും വേണ്ട, നിങ്ങൾക്ക് അത്രയും പോകാനുള്ള ഇതില്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരും കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചവരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ കൂട്ടി ഒരു 3-4 പേരെ കൂട്ടി ഒരു ദിവസം രാത്രി സ്റ്റേ ചെയ്തില്ലെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് പോവാം. അപ്പൊ കിട്ടുമ്പോ ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷമൊക്കെ നമ്മൾ അങ്ങനെയൊന്നും പോണ്ടല്ലോ, നമുക്ക് ഷീ സ്കില്ലിന്റെ മെമ്പേഴ്സിനായിട്ട് ആയാലും ഇനി പോകാലോ. നമുക്കൊരു പ്ലാറ്റ്ഫോം ഞാനത് പറയാനിരിക്കായിരുന്നു. നമുക്ക് ഷീ സ്കില്ലില് അതിനായിട്ട് ഒരു വിങ് ഉണ്ട്, ഷീ വിങ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തന്നെ ഒരു വിങ് ഷീമിത്രേന്റെ കൂടെ വരുന്നുണ്ട്, ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്ന ഒരു വിങ് വരുന്നുണ്ട്. അടിപൊളി. അപ്പൊ പിന്നെ നമുക്ക് ഈ പ്ലാറ്റ്ഫോം ആളെ ഒന്നും അന്വേഷിച്ചു പോകണ്ട, ഇവിടെ എവറിത്തിങ് റെഡിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാതെ ഉള്ള ജീവിതം അങ്ങ് തകർക്ക്, അത്ര ഞാൻ പറയുള്ളൂ. കാരണം എന്താ, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യും, കൺട്രോൾ. മറ്റുള്ളവരെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വന്നാൽ നോ, സേ നോ. എനിക്ക് പറ്റൂല്ലെങ്കിൽ പറ്റൂല, പറ്റുമെങ്കിൽ പറ്റും, എനിക്ക് കഴിയും, എന്റെ ലൈഫ് ഞാനാണ്. ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം, ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി വേണം, ഒരു സാമ്പത്തിക സാക്ഷരത. അതത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. എന്താ, നിങ്ങളുടെ വരവിനും നിങ്ങളുടെ ചെലവിനും നിങ്ങൾക്ക് എന്ത് വേണം, ഒരു കണക്ക് വേണം. മനസ്സിലായ? നമ്മുടെ വീട്ടിലെ ഫിനാൻസ് മിനിസ്റ്റർ ആരായിരിക്കണം, നമ്മളായിരിക്കണം. മനസ്സിലായ? നമ്മുടെ വീട്ടിലെ നിർമ്മല സീതാരാമൻ അത് ആരായിരിക്കണം, അത് നമ്മളായിരിക്കണമെന്ന്. കാരണം എന്താ, നമ്മൾ അതിനൊരു കണക്ക് വെക്കാം, വരവിത്ര ചെലവിത്ര, അതിൽ നിന്ന് നമുക്ക് പറ്റണത് ചെറിയൊരു പൈസ നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക എന്നുള്ള. നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 ടൈപ്സ് ഓഫ് ബഡ്ജറ്റാണ് ഉള്ളത്. അതായത് സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ട്, ഈക്വൽ ബഡ്ജറ്റ്, അതായത് ബാലൻസ് ബഡ്ജറ്റ് ഉണ്ട്, സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ട്, ആൻഡ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഉണ്ട്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മളുടെ വരവ് കൂടുതലായിരിക്കും, ചെലവ് കുറവായിരിക്കും. ബാലൻസിനാണെങ്കിലോ രണ്ടും തുല്യമായിട്ടും, വരവ് 500 രൂപ കിട്ടി 500 രൂപ തീർന്നു,
പരിപാടി കഴിഞ്ഞില്ലേ? അതാണ് എന്ത് ഈ ബാലൻസ്ഡ് ബഡ്ജറ്റ്. ദെൻ ഡെഫിസിറ്റ് 500 കിട്ടി എന്ത് ചെയ്യും? അടുത്ത കടയിൽ പോയി 1000 ചെലവാക്കും. അതാണ് എന്ത് ഡെഫിസിറ്റ് ബഡ്ജറ്റ്. അപ്പൊ നമ്മൾ എപ്പോഴും ഏത് ബഡ്ജറ്റ് ഫോളോ ചെയ്യാനാ ശ്രമിക്കണ്ടേ? ഏത് ടൈപ്പ് ബഡ്ജറ്റാ? അതായത് ഒരു ബാലൻസ് ബഡ്ജറ്റ് ആണോ, സർപ്ലസ് ആണോ, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണോ? ഏത് ബഡ്ജറ്റ് ആണ് ഫോളോ ചെയ്യണ്ടേ? ഒരു സർപ്ലസ് ബഡ്ജറ്റ്. അതായത് എന്തായിരിക്കണം? നമ്മളുടെ വരവ് എപ്പോഴും എന്ത് ചെയ്യണം? കൂടിയിരിക്കണം. ചെലവ് എപ്പോഴും എന്തിരിക്കണം? കുറഞ്ഞിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് ചെയ്യുക? ഒരു സാമ്പത്തിക അച്ചടക്കം, ഓക്കെ, ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കിയെടുക്കണം. പൈസ വരുന്നതിനും പോകുന്നതിനും ഒരു കണക്ക്. എത്ര ചെറിയ വരുമാനമുള്ളവനും അവന്റെ ചെലവിലൊരു കണക്ക് വെച്ചിട്ട് അതിൽ അവനൊരു സമ്പാദ്യം ഉണ്ടായിരിക്കണം. അതിൽ നമുക്ക് എന്ത് വേണം? ഫിനാൻഷ്യൽ ലിറ്ററസി, അതായത് സാമ്പത്തിക സാക്ഷരതയാണ് നിങ്ങൾക്ക് ഏവർക്കും ആവശ്യം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ സേവിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, എനിക്കിപ്പോ ഒന്നും അറിഞ്ഞു വീണാൽ എൻ്റെ കയ്യിൽ കുറച്ച് ഒരിക്കലും അഹങ്കരിക്കരുത് കേട്ടോ. പൈസ ഉണ്ടെന്ന് വെച്ചാൽ അതൊരിക്കലും അഹങ്കാരത്തിന്റെ ലെവലിലേക്ക് പോകരുത്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരു പൈസ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഐ ക്യാൻ ബി പ്രൊവൈഡർ ഫോർ മൈസെൽഫ് എന്ന് പറയണം. ഞാനാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് കഴിയും. ഐ ക്യാൻ ബി ദ പ്രൊവൈഡർ ഫോർ മൈസെൽഫ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രൊവൈഡ് ചെയ്യും എന്ന് എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുക. ഇതൊക്കെ പറഞ്ഞ് മനസ്സിനെയൊക്കെ പഠിപ്പിച്ച് വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഏവർക്കും എന്തുണ്ട്? ഒരു കഴിവുണ്ട്. ആ കഴിവ് കണ്ടെത്തുക. ചിലർക്ക് എന്തായിരിക്കാം? സ്റ്റിച്ചിങ് ആയിരിക്കാം, ചിലർക്ക് പഠിപ്പിക്കാനായിരിക്കാം, ചിലർക്ക് എന്തായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ. ഇപ്പൊ ഈ ഷീ സ്കിൽസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ചുമ്മാ പഠിച്ചു തള്ളാതെ നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിലേക്ക് എന്ത് ചെയ്യുക? ഇതാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ജോബ് ഉണ്ടായിരിക്കും. ജോബ് ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. പക്ഷെ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഇൻബോൺ ആയിട്ടൊരു സ്കില്ലുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എനിക്കൊരു കഴിവില്ല എന്നാ വിചാരിച്ചത്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഭയങ്കര പഠിപ്പിയാണല്ലോ കേട്ടോ, ഒരു ആവറേജ്, വലിയ കുഴപ്പമില്ല പഠിക്കാം. പക്ഷെ എനിക്ക് പാട്ട് പാടാൻ അറിയൂല, വരയ്ക്കാൻ അറിയൂല, അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായേ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ഞാൻ എൻ്റെ കഴിവിനെ എന്ത് ചെയ്ത്? ഞാൻ എൻ്റെ കഴിവിനെ ഡൈവേർട്ട് ചെയ്ത് എനിക്കൊരു മേഖല കണ്ടെത്തി. ഇതാണ് നിങ്ങളെ ഏവരും കണ്ടെത്തല്. നമ്മളത് ഇന്നർ വൺ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരാളുണ്ട്. ദ ഇന്നർ സെൽഫ് എന്ന് പറയും. നമ്മുടെ ഉള്ളിൽ ഒരാളുണ്ട്. നമുക്കൊരു കഴിവുണ്ട്. നന്നായി വരയ്ക്കാൻ അറിയാവുന്നത്. ഇപ്പൊ എനിക്ക് തോന്നണേ ഇപ്പോഴൊക്കെ കഴിവുണ്ടെങ്കിൽ അതൊന്നും പ്രൊമോട്ട് ചെയ്യാൻ വലിയ കാര്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ എന്താണ് അത്രയും ആക്റ്റീവ് ആൾക്കാർ. ഫുൾ ടൈം ആളുകൾ എവിടെ ടൈം സ്പെൻഡ് ചെയ്യണേ? സോഷ്യൽ മീഡിയയില. നമ്മൾ കൂടുതൽ നേരം, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എല്ലാവരും എത്ര ടൈം ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്? ഓരോരുത്തർ നിങ്ങൾ ദിവസത്തിൽ എത്ര നേരം ഫോൺ ഉപയോഗിക്കാറുണ്ട്? സത്യസന്ധമായിട്ട് പറയണം. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെയോ? ചെയ്യാറുണ്ട്. കുറച്ചേരൊക്കെ സ്പെൻഡ് ചെയ്യും. കൊറേ സമയം നമ്മൾ ചോദിക്കട്ടെ, നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഇതൊക്കെ കണ്ടോ നമുക്ക് എന്തേലും ഗുണമുണ്ടോ? ഒരു ഗുണമല്ല. അവർക്ക് എന്ത് ചെയ്യും? ഏർണിങ്സ് കിട്ടും, ഇൻകം കിട്ടും. 8 മണിക്കൂർ. യെസ്, നമ്മൾ എന്ത് ചെയ്യും? ഫുൾ ടൈം ഫോണിലേക്ക്. നിങ്ങളൊന്ന് പ്രൊഡക്റ്റീവ് ആയിട്ട് ആ സമയം നിങ്ങൾക്ക് വേണ്ടി ഈവൻ നിങ്ങളൊരു പത്രം വായിക്കെങ്കിലും ചെയ്യും. നിങ്ങൾക്ക് നമ്മുടെ പരിസരത്ത് നടക്കണ എന്താണെന്നൊരു ബോധമെങ്കിലും ഉണ്ടാവൂലേ? അതവിടെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മളുടെ മക്കളും കണ്ടു പഠിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? ഫോൺ ടൈം എന്ത് ചെയ്യുക? സ്ക്രീൻ ടൈം കുറയ്ക്കുക. നിങ്ങളത് പ്രൊഡക്റ്റീവായിട്ട് മതി. നിങ്ങളിപ്പോ ഷീ സ്കിൽസിന്റെ ഭാഗമായിട്ട് കുറെ പഠിക്കല്ലേ, നിങ്ങളതൊരു വരുമാനത്തിലേക്ക് എത്തിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യണ്ട. അല്ലാതെ എന്റെയും സഫ്ന മിസ്സിന്റെ ഒക്കെ ക്ലാസ് കേട്ടിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഭയങ്കര മോട്ടിവേറ്റ് ആയിട്ടിരുന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ വന്നിരുന്നോണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കിട്ടണം. നിങ്ങളുടെ കഴിവ് കണ്ടുപിടിച്ച വരയ്ക്കാൻ അറിയാവുന്നവർക്ക് അവസരമുണ്ട്. ഇതിനകത്ത് എനിക്ക് കുറെ പ്രോഗ്രാംസ് ഉണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ബേക്കിങ്ങും അങ്ങനെയുള്ള സ്കിൽ ട്രെയിനിങ് ഇവർക്ക് പിന്നെ എന്താണോ കഴിവ് അതല്ലെങ്കിൽ എന്താണോ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാ ട്രെയിനിങ്ങും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ലേൺ ഒക്കെ ചെയ്യുന്നത്. അതില് ഡ്രസ് ഡിസൈനിങ് ഉണ്ട്, ജ്വല്ലറി മേക്കിംഗ് ഉണ്ട്, ഹോം ഡെക്കർ ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്. എല്ലാ സ്കില്ലുകളിലും ഡെവലപ്പ് ആവുന്നുണ്ട്. അത് ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഏജ് കുറഞ്ഞവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതല്ല. എല്ലാ ഏജിൽപ്പെട്ടവർക്കും ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഓൾറെഡി ഷീ സ്കില്ല് നൽകുന്നുണ്ട്.
മാഡം പറഞ്ഞതുപോലെ ഇവർ പ്രൊഡക്റ്റീവ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്ത് ഇൻകം കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അതോടൊപ്പം ഷീ സ്കില്ലിന്റെ സപ്പോർട്ടും ഉണ്ട്. മെറ്റീരിയൽസ് എത്തിച്ചു കൊടുത്തിട്ടും ഇനിയിപ്പോ ഷീമിത്ര വരുമ്പോ ഇവർ ചെയ്ത പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഷീമിത്രയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള സപ്പോർട്ടും കൂടി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു നല്ല പ്ലാറ്റ്ഫോം നജ്മ. ഓക്കെ, വർക്കിന്റെ ഭാഗമാണെങ്കിൽ ഓക്കെ, നമുക്ക് ഓക്കെയാണ്. ഞാനും നല്ലൊരു യൂസറിനെ കാരണം എന്റെ ക്ലാസ്സും കാര്യങ്ങളായിട്ട് ഫോൺ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഞാനും നല്ല രീതിയിൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് കുറെ വർഷങ്ങളോളം. ഞാനിപ്പോ അതിലൊക്കെ റിഗ്രറ്റ് ചെയ്യുക, കാരണം എന്റെ എത്ര വർഷങ്ങളാ ചുമ്മാ വെറുതെ ഫോൺ നോക്കി കിടന്ന് കളഞ്ഞെന്ന് വിചാരിച്ച്. പക്ഷെ അത്തരത്തിലുള്ള റിഗ്രറ്റ് നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കാൻ വേണ്ടി പറയണേ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സമയം ഫോണിൽ ഉപയോഗിച്ച് നമ്മുടെ കണ്ണും നമ്മുടെ ആരോഗ്യം പോകുന്നല്ല, നമുക്ക് ഒരു ഗുണവുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട്, നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. ഒരു വരുമാനം നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ കഴിവ്, ഇപ്പൊ എല്ലാ രീതിയിലുള്ള കഴിവും ഇതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ കഴിവെന്ന് കണ്ടെത്തി അതൊരു വരുമാനത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് നല്ല നല്ല യങ് ഓൺട്രപ്രണേഴ്സ് ആയിട്ട് കാണണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത്തരത്തിലെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സോ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാഡം, ഓക്കെ, താങ്ക് യു. നന്നായിട്ട് ആ ഒരു ടോപ്പിക് വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് എല്ലാ ഭാഗവും കൈകാര്യം ചെയ്ത് നല്ല രീതിയിൽ ഇവർക്ക് പ്രചോദനമാവുന്ന രീതിയിൽ ക്ലാസ് എടുത്തതിന് സജാ മാമിനോട് താങ്ക് യാണ്. സജാ മാം പറഞ്ഞതുപോലെ സജാ മാം ഒക്കെ പറയുന്ന കാര്യങ്ങൾ ഇവർ കേട്ട് ആ ഒരു സമയത്ത് മോട്ടിവേറ്റ് അത് കേട്ടിട്ട് ഒരു പ്രചോദനമായി പിന്നെ എന്താണ് വൈൻഡപ്പ് ചെയ്യുന്നതോടുകൂടി അതങ്ങ് ഇല്ലാതായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഇവർ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പരിധിയും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അത് ഉറപ്പാണ്. അത് ഇവർ പ്രയോജനപ്പെടുത്തും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, താങ്ക് യു. താങ്ക് യു.